ഇതൊക്കെ ഈ കൂടൊക്കെ വിടും അതന്നെ. അല്ല അവിടുന്ന് കണ്ടല്ലേ ഇങ്ങോട്ടൊന്ന് പോയി. അതായത് നമ്മൾ സ്റ്റേജ് വിടാണ്. നല്ല വ്യൂ ഉണ്ട്. അത് ഇതിലെടുക്കാനുണ്ട് വരും. ഒരു 4-5 വണ്ടി മറ്റേ ഭയങ്കര വണ്ടി അതിൻ്റെ പറഞ്ഞ പിന്നെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അരി കൂടെ പറയാൻ കഴിയില്ല. ഇഷ്ടപ്പെടുന്ന ഏരിയ ഇല്ല. ഇതാണ് ഇവിടെ വെള്ളത്തിൽ ടാങ്കാണ് കിണറേൻ്റെ അപ്പം. സോഫ ഇത് നമ്മൾ സിറ്റിംഗ് റൂമാണ്. അപ്പോൾ വലിയ സോഫ അപ്പോൾ പിന്നെ ഇവിടെ ഒരു 6 കസേരൻ്റെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. ഡൈനിങ് ടേബിളിന് മുകളിൽ ഗ്ലാസ്സാണ്. പിന്നെ ഒരു കട്ടിൽ, ഡൈനിങ് ടേബിളും, പിന്നെ സോഫ, പിന്നെ ഒരു നല്ലൊരു കോട്ട്, പിന്നെ 3 ചെയർ. ഇതിന് മുമ്പിൽ 3 ചെയർ. പിന്നെ കൂടുതൽ ബെഡ് 50 ബെഡ് സ്പോൺസർ. ഇതാണ് കട്ടിൽ. കുറച്ചുകൂടി ഒരു ഡിസൈൻ ഉണ്ടാവും. 13 വീട് ഇവിടെ വരും. അല്ല ഇത് നിർമ്മിക്കുന്ന വീട് ഇവിടുത്തെ ഒരു വീട് ഇനി അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് 13 വീട്. അപ്പൊ അവിടെ ഒരു കോമൺ വരും. മറ്റേത് ചെങ്കലിന്റെ ഫീഡിങ് പ്രിയപ്പെട്ടവരെ, വയനാട് ചൂരന്മായ മുണ്ടക്കൈ ദുരിതബാധിതർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകളുടെ താക്കോൽ ദാനം മറ്റന്നാൾ ശനിയാഴ്ച ബഹുമാനായ പാണക്കാട് സെയ്ദ് സാദിഖലി ശാബ്ദങ്ങൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ, ബഹുമാനായ മുജാഹിദ് സാഹിബിന്റെ സാന്നിധ്യത്തിൽ എന്ന താക്കോൽ ദാനം കർമ്മം നിർവഹിക്കുകയാണ്. പ്രവൃത്തി അവലോകനം ചെയ്യുന്നതിനും ആയിട്ടാണ് ബഹുമാനായ നമ്മുടെ സമുന്നതനായ നേതാവ് പ്രിയപ്പെട്ട PK മുജാഹിദ് സാഹിബ് ഇന്ന് നമ്മുടെ ഈ സൈറ്റിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹം പ്രവർത്തനങ്ങളൊക്കെ കണ്ട് വിലയിരുത്തി വളരെ സംതൃപ്തി രേഖപ്പെടുത്തി. വളരെ മനോഹരമായിട്ട് ആദ്യഘട്ടത്തിൽ 51 വീടുകളുടെ താക്കോൽദാനമാണ് നിർവഹിക്കുന്നത്. ബാക്കിയുള്ള വീടുകളുടെയും അതിനോടനുബന്ധിച്ചുള്ള അനുബന്ധ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട മുജാഹിദ് സാഹിബ്. അല്ല, അത് തന്നെയാണ് പറയാനുള്ളത്. വളരെ സംതൃപ്തിയുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹരമായ വീടുകളാണ്. ഓരോ വീടും തമ്മിൽ വേണ്ടത്ര ദൂരമുണ്ട്. അത് മാത്രമല്ല, റോഡ് വളരെ വീതിയിൽ എല്ലാ സ്ഥലത്തും എത്തും. നിർമ്മാണമൊക്കെ വളരെ സ്ട്രോങ്ങാണ്. ഒക്കെ ചെങ്കല്ല് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ വീടുകളാണ്. ബെഡ്റൂമാണെങ്കിൽ 3 എണ്ണം ഉണ്ട്. മറ്റു ഇവിടെ ഉണ്ടാക്കുന്ന വീടുകൾക്കൊന്നും 3 ബെഡ്റൂമില്ല. അതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എല്ലാ വീടുകളും സൗകര്യം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇതാദ്യം ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ
3 ബെഡ്റൂമുള്ള ഓരോ വീടുകളാണ് ഉള്ളത്. മാത്രമല്ല എല്ലാം ഫർണിച്ചർ ബാക്കിയൊക്കെ റെഡിയാണ്. അതിൻ്റെ അവകാശവും കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെയാണ്. അതുപോലെ ഒന്നിൻ്റെയും ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് 28-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന വീടുകൾക്ക് പുറമെ ഞങ്ങൾ പറഞ്ഞ വീടുകൾ വൈകാതെ തന്നെ പൂർത്തിയാക്കും. ബാക്കി സ്ഥലങ്ങളിലും നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നിർത്തിവെക്കാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മാത്രമല്ല കുറേ കൂടി അഡീഷണലായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കണം എന്നുണ്ട്. സർക്കാരിൻ്റെ പ്രോജക്റ്റിലൊക്കെ കുറേ സൈറ്റ് കൂടുതലായതുകൊണ്ട് കുറേ കോമൺ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ അത്യാവശ്യമായ കോമൺ ഫെസിലിറ്റി ഹാള്, അതേപോലെ തന്നെ പാർക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഉണ്ടാക്കും. കോളേജ് സ്കൂളൊക്കെ നമ്മുടെ ഒക്കെ പാർട്ടിയുടെ പിന്നെ പോഷക സംഘടനകളുടെയും അതുപോലെ തന്നെ കമ്മിറ്റിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൻ്റെ ചുറ്റും തന്നെ ഉണ്ട്. അതിൻ്റെ ഒന്നും ഒരു കുറവ് ആർക്കും വരില്ല. നല്ല നിലയിൽ നടക്കുന്ന WMO പോലും ഇതിന് തൊട്ടടുത്താണ്. അത് സ്കൂളുണ്ട്, കോളേജുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഇത് പറ്റിയ ലൊക്കേഷൻ എന്നുള്ള നിലക്ക് ഞങ്ങൾ തിരഞ്ഞെടുക്കാണ്ടായ കാരണം അതാണ്. ഓൾറെഡി എല്ലാ സ്കൂളും കോളേജും ബാക്കിയുള്ളതൊക്കെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത്. പിന്നെ വ്യൂ ആണെങ്കിൽ വളരെ മനോഹരമാണ്. തൊട്ടപ്പുറത്ത് വയലാണ്. ഇവിടെ വന്നു നോക്കിയാൽ അതാണ് വളരെ മനോഹരമായ മലനിരകളും ഇപ്പുറത്ത് വയലും വെള്ളം വേണ്ടത്ര. അപ്പോൾ എല്ലാ നിലയിലും യാതൊരു പ്രോബ്ലവും ഇല്ലാത്ത ഒരു സൈറ്റാണ് ഞങ്ങൾ കൽപ്പറ്റ നഗരത്തോട് തൊട്ടടുത്ത് തന്നെ മുട്ടലി ഈ ഭാഗത്ത് ഞങ്ങൾ എടുത്തത്. എന്തായിരുന്നാലും പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമുണ്ട്. അഡീഷണൽ ഫെസിലിറ്റി ബാക്കിയുള്ളവ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തകന്മാരുടെ ഒക്കെ സഹകരണം ഇനിയും ആവശ്യമുണ്ട്. കോൺഗ്രസിന്റെ ഭക്ഷണം Gracias.